ഇടതുപക്ഷത്ത് ഉറച്ച ചൂണ്ടൽ. നില മെച്ചപ്പെടുത്തി UDF. ചൂണ്ടൽ പഞ്ചായത്തിൽ 20-ൽ 13 സീറ്റ് നേടി LDFന് ഭരണ തുടർച്ച. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 20 വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDF 13 വാർഡുകളിലും UDF 7 വാർഡുകളിലുമാണ് വിജയം നേടിയത്. 1-ാം വാർഡിൽ ഷീബ ശിവരാമൻ, 2-ാം വാർഡിൽ KA രമേശ്, 3-ാം വാർഡിൽ ജുലറ്റ് വിനു, 5-ാം വാർഡിൽ CA ലിജു, 8-ാം വാർഡിൽ TK ഹക്കീം, 11-ാം വാർഡിൽ PS സഹല, 12-ാം വാർഡിൽ സിനി പ്രസാദ്, 13-ാം വാർഡിൽ ഭവ്യ നിഖിൽ, 15-ാം വാർഡിൽ സച്ചിൻ പ്രകാശ്, 16-ാം വാർഡിൽ PM ഉമ്മർ, 17-ാം വാർഡിൽ മിനി രാജേഷ്, 18-ാം വാർഡിൽ ഷൈല പുഷ്പാകരൻ, 20-ാം വാർഡിൽ ജിഷ സുനിൽകുമാർ എന്നിവരാണ് വിജയകിരീടം ചൂടിയത്. 3-ാം വാർഡിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ജുലറ്റ് ബിനു 2-ാം മത്സരത്തിലും വിജയം നേടി. വാർഡിൽ ഇടത് ആധിപത്യം ഉറപ്പാക്കിയിരുന്നു. ഇടതുപക്ഷത്തു നിന്ന് മത്സരിച്ച മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ജയപ്രകാശ്, MK ആന്റണി എന്നിവർ പരാജയപ്പെട്ടു. 4-ാം വാർഡിൽ നിന്നുള്ള ജെസി ജോസഫ്, 6-ാം വാർഡിൽ നിന്ന് അനുഷ ഷാഫർ, 7-ാം വാർഡിൽ നിന്നും റസിയ അലി, 9-ാം വാർഡിൽ TO സെബി, 10-ാം വാർഡിൽ KL പോൾസൺ, 14-ാം വാർഡിൽ നിന്നും ഷൈസ്ന, 19-ാം വാർഡിൽ നിന്നും അനീഷ് ആന്റണി എന്നിവരാണ് UDFനായി വിജയിച്ചവർ. UDFിൽ നിന്ന് മത്സരിച്ച നിലവിലെ ഭരണസമിതി അംഗം ND സജിത് കുമാർ, മുൻ വൈസ് പ്രസിഡന്റ് MA സുബൈർ എന്നിവർ പരാജയപ്പെട്ടപ്പോൾ മുൻ വൈസ് പ്രസിഡന്റ് TO സെബി മണലി വാർഡിൽ UDFന് വിജയമുറപ്പിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് CPIMന്റെ കരുത്തനായ MK ആന്റണിയെ പരാജയപ്പെടുത്തിയാണ് കന്നി അംഗത്തിൽ വിജയം നേടിയത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, മുൻ ചെയർപേഴ്സൺ സിനി പ്രസാദ് എന്നിവരും DYFI നേതാക്കളായ സച്ചിൻ പ്രകാശ്, PS സഹല എന്നിവരും ഇടതുപക്ഷത്തുനിന്ന് പുതിയ ഭരണസമിതിയിൽ ഇടം നേടിയിട്ടുണ്ട്. 20-അംഗ ഭരണസമിതിയിൽ 13 സീറ്റിന്റെ ആധികാരികമായ വിജയത്തോടെ ഭരണത്തിന്റെ 3-ാം ഊഴത്തിലേക്കാണ് ഇടതുപക്ഷം കടന്നിരിക്കുന്നത്.